ഹലോ ഗൈസ്, വെൽക്കം അവർ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വന്നിട്ടുള്ളത് ഒരു സ്പെഷ്യൽ അച്ചാറായിട്ടായിരുന്നു. ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് സവോള അച്ചാറാണ്. ആദ്യം ഒരു ചീനിച്ചട്ടി എടുത്ത് അതിലോട്ട് നല്ലെണ്ണ ഒഴിക്കുക. എന്നിട്ട് കായം നന്നായിട്ട് വറുത്തെടുക്കുക. അത് വറുത്തെടുത്തിട്ട് മാറ്റി വയ്ക്കുക. ആ എണ്ണയിലേക്ക് നല്ലോണം ചൂടായതിന് ശേഷം നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും നന്നായിട്ട് ചതച്ചെടുക്കുക. എന്നിട്ട് ഈ എണ്ണയിലേക്കിട്ട് നന്നായിട്ട് അത് ഒരു മൊരിഞ്ഞ ഭാഗം വരെ ഇളക്കി കൊടുക്കുക. അതിലോട്ട് പച്ചമുളകും നന്നായിട്ട് ചതച്ച് വെച്ചിട്ടും ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഈ അച്ചാർ നമ്മൾ ചോറിൻ്റെ ഒപ്പം കഴിക്കാൻ നല്ല ബെസ്റ്റാണ്. കറികളുടെ ആവശ്യമൊന്നുമില്ല. നല്ല ടേസ്റ്റുള്ള അച്ചാറാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി നോക്കണം കേട്ടോ. അടിപൊളി ടേസ്റ്റാണ്. പിന്നെ അതിലോട്ട് നമ്മൾ കറിവേപ്പില ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. എന്നിട്ട് ഈ മിക്സിലേക്ക് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, സാധാ മുളക് പൊടിയാണ് ഇപ്പോൾ ചേർക്കുന്നത്. എന്നിട്ട് നന്നായിട്ട് അത് ഒന്ന് പാകമാവണ വരെ അത് ഇളക്കി കൊടുക്കുക. പിന്നെ ഈ അച്ചാർ ഉണ്ടാക്കുമ്പോൾ ഒരു കാര്യം എപ്പോഴും ശ്രദ്ധിക്കുന്നതാണ്, വെള്ളം നനവുള്ള ഒരു പാത്രവും അതേപോലെ കയ്യിലും ഇതിൽ യൂസ് ചെയ്യാൻ പാടില്ല. അപ്പോൾ അങ്ങനെ യൂസ് ചെയ്യുമ്പോൾ പെട്ടെന്ന് കേടാവാൻ നല്ല ചാൻസ് ഉണ്ട്. പിന്നെ അതിലേക്ക് നമ്മൾ അച്ചാർ പൊടി ചേർത്തിട്ടുണ്ട്. അച്ചാർ പൊടി ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഈ പൊടികൾ ഇടുന്ന സമയത്ത് ഗ്യാസ് സിമ്മിലായിട്ട് ഇട്ടിട്ടാണ് ഉണ്ടാക്കേണ്ടത്. അല്ലെങ്കിൽ പെട്ടെന്ന് ഈ നമ്മളിട്ട മസാലകളൊക്കെ കരിഞ്ഞു പോകും. അതിലോട്ട് ഉപ്പിട്ട് ഇതുപോലെ കഷ്ണങ്ങളാക്കിയിട്ടാണ് നമ്മൾ സവോള അച്ചാറിന് വേണ്ടിയിട്ട് സവോള അരിയേണ്ടത്. ചെറിയ ചെറിയ കഷ്ണങ്ങൾ, എന്നാൽ നല്ല ചെറുതാവരുത്. പിന്നെ നമ്മൾ നേരത്തെ വെച്ച മിക്സിലേക്ക് ഈ സവോള അരിഞ്ഞത് ഇട്ട് കൊടുക്കുക. പിന്നെ എപ്പോഴും തീ സിമ്മിലായിട്ടാണ് ഇടേണ്ടത്. പിന്നെ നമ്മൾ സവോള ഇതിലിട്ടതിന് ശേഷം ഓവറായിട്ട് കുക്ക് ചെയ്യാൻ പാടില്ല. നമുക്ക് അച്ചാർ കഴിക്കുമ്പോൾ അതിന് സവോള കടിക്കണം, പക്ഷേ സവോള ടേസ്റ്റ് ഉണ്ടാവാനും പാടില്ല. അപ്പോൾ ചെറു തീയിലിട്ട് നന്നായിട്ട് എല്ലാ ഭാഗത്തും ചൂട് തട്ടുന്ന വിധം മാത്രമേ ഇത് വേവിക്കാൻ പാടുള്ളൂ. വേവിച്ചതിന് ശേഷം അതിലോട്ട് കാശ്മീരി ചില്ലി പൗഡർ ഇടണം. അതിട്ട് കഴിഞ്ഞാൽ നമുക്ക് നന്നായിട്ട് കളറും കിട്ടും, പക്ഷേ എരിവ് നല്ല കുറവുമാണ്. അതൊരു അപാര ടേസ്റ്റ് തന്നെയാണ്. അതിട്ടതിന് ശേഷം പതുക്കെ ഇളക്കി കൊടുക്കുക. ഒരിക്കലും ഒരിക്കലും നമ്മളുടെ ഈ സവോള അതിൽ കുക്കാവാൻ പാടില്ല. നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിട്ടുള്ള കായപ്പൊടി ഉണ്ടല്ലോ, അത് നന്നായിട്ട് പൊടിച്ച് അതിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് വിനാഗിരി ഒഴിച്ചിട്ടുണ്ട്. നമ്മൾ തീയൊന്നും ഓഫാക്കിയിട്ടുണ്ടായിരുന്നില്ല. ആ വിനാഗിരി ഒഴിച്ചിട്ട് വിനാഗിരി ഒന്ന് ചൂടാവണ വരെ അതിൽ വെച്ചിട്ട് തീ ഓഫാക്കുകയാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. സൂപ്പർ ടേസ്റ്റാണ്. ചോറിൻ്റെ കൂടെയും നമുക്ക് പലഹാരത്തിൻ്റെ കൂടെയൊക്കെ നമുക്ക് ഈ അച്ചാർ കഴിക്കാം. കറികളുടെ ആവശ്യമൊന്നും വേണ്ട. അപ്പോൾ ഒന്നും കൂടിയും ട്രൈ ചെയ്ത് നോക്കുക.